ഹായ്. നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു കടന്നുവരവ് നമ്മൾ കുറേ കാലങ്ങളായിട്ട് കണ്ടുവരുന്നതാണല്ലേ. നമ്മളിപ്പോൾ ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാലും, ഏത് ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും, പാർലറിൽ പോയി കഴിഞ്ഞാലും, മറ്റേത് ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാലും നമ്മളിപ്പോൾ മലയാളികളെ കാണാനേ ഇല്ല. ഏറ്റവും കൂടുതൽ നമ്മളത് കാണുന്നത് ഹോട്ടൽസിലും ബ്യൂട്ടി പാർലേഴ്സ്, പിന്നെ അതുപോലുള്ള വലിയ ഷോപ്പുകൾ അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതലും, പിന്നെ ഈ ഒരു ബേക്കറി, ജ്യൂസ് സ്റ്റാള് അങ്ങനെയൊക്കെ ഉള്ളിടത്ത് പോകുമ്പോഴും അവിടെ സ്റ്റാഫായിട്ടൊക്കെ കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസിനെയാണല്ലേ. നമ്മൾ മലയാളികളെ കാണാൻ പോലുമില്ല. അപ്പോൾ അവർക്കും ചിലപ്പം കംഫർട്ടബിൾ ജോലി ചെയ്യാനും കംഫർട്ടബിൾ ആയിട്ടുള്ളതും, അതുപോലെ അവിടുത്തെ ഓണേഴ്സിനായി കഴിഞ്ഞാലും, പിന്നെ ചില കസ്റ്റമേഴ്സിനും ഒക്കെ ഓക്കെയാണ്, കംഫർട്ടബിൾ ആണ്. പക്ഷേ നമ്മളെപ്പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള ചിലർക്കെങ്കിലും ചില കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് വരാറുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാരണം നമ്മളിപ്പോൾ ചില ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലാണോ നിൽക്കുന്നത് അതോ നോർത്ത് ഇന്ത്യയിലാണോ എന്ന് വരെ തോന്നിപ്പോകും. കാരണം നമുക്കൊന്ന് സംസാരിക്കാനോ കംഫർട്ടബിൾ ആവാനോ പോലും ചില സ്ഥലങ്ങളിൽ നമുക്ക് പറ്റാറില്ല. കാരണം അവർക്ക് ചിലപ്പോൾ മലയാളം അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജ് നമുക്ക് അറിയാവുന്നുണ്ടാവില്ല. ഇപ്പോൾ ഹിന്ദിയൊക്കെ എല്ലാവർക്കും അറിയണം എന്നില്ല. അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമായിരിക്കും. ഇംഗ്ലീഷ് ആണെങ്കിലും പിന്നെയും നമ്മൾ സംസാരിക്കും. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ഇതുപോലെ ഈ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യൻസ് ആണ് നിൽക്കുന്നത്. നമ്മൾ പറയുന്നത് അവർക്കൊട്ടും മനസ്സിലാകുന്നുമില്ല. ഇപ്പോൾ ഇംഗ്ലീഷോ ഹിന്ദിയോ ആണെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും നമുക്ക് പറഞ്ഞെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് അങ്ങനെയും അല്ല, ഇത് അവരുടെ ലാംഗ്വേജാണ്. അവരുടെ ലാംഗ്വേജ് നമുക്ക് ഒരിക്കലും ഒട്ടും അറിയാൻ പാടില്ലാത്ത ഏതോ ഒരു ലാംഗ്വേജ്, എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് അവർക്കും, അവർ ഓർഡർ എടുക്കാൻ വന്നതാണ്, നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല. അവസാനം ഇത് നമ്മൾ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ അവർക്കത് മനസ്സിലാവുന്നില്ല. അവർ ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അവസാനം പറഞ്ഞു, അവർ ഫോണ് ഓർഡർ എടുക്കാൻ വേണ്ടി കാണിച്ചു തന്നു. അങ്ങനെ നമ്മൾ ഓർഡർ ഓക്കെ ആയി. പക്ഷെ നമ്മൾ പറയുന്നതാണോ അവർ കൊണ്ടുവന്ന് തരുന്നതെന്ന് ആകെ കൺഫ്യൂഷനിലാണ് ഇരുന്ന് സാധനം കിട്ടുന്നത് വരെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പലപ്പോഴെങ്കിലും അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. നിങ്ങൾക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. കാരണം ഇങ്ങനെയുള്ള സ്റ്റാഫിനെ നിർത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് പറയാനെങ്കിലും മനസ്സിലാകുന്ന, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ആരെങ്കിലും ഒരാളിനെയും കൂടെ നിങ്ങൾ ഏതൊരു സ്ഥാപനത്തിലായി കഴിഞ്ഞാലും അവിടെ സ്റ്റാഫായിട്ട് വെക്കണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് പറയുക. കാരണം പലപ്പോഴും ചിലപ്പോൾ ഈ ഒരു ഭാഷ പോലും സംസാരിക്കാൻ അറിയില്ലാത്ത പലരും ഉണ്ടാവും.